IPL-ന്റെ ആവേശം കുറഞ്ഞു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അടക്കം ആരാധകരുടെ പ്രിയപ്പെട്ട ടീം ആദ്യ 2 ദിവസത്തിനകം തന്നെ കളത്തിലിറങ്ങിയിട്ടും വേണ്ടത്ര ആവേശമോ പതിവ് സോഷ്യൽ മീഡിയ യുദ്ധങ്ങളോ കാര്യമായി തുടങ്ങിയിട്ടില്ല. എന്തായിരിക്കും കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ട് മത്സരങ്ങളാണ് കഴിഞ്ഞത്. ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിട്ടു. ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന് RCB ജയവും സ്വന്തമാക്കി. മുൻ ചാമ്പ്യന്മാർ ഏറ്റുമുട്ടിയ രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്തയെയും 6 വിക്കറ്റിന് തന്നെ മുംബൈ പരാജയപ്പെടുത്തി. വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു ആ പോരാട്ടം. 2 മത്സരത്തിലും 4 ടീമുകളും 200-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടും അത്ര കണ്ട് ആവേശമുണ്ടായിരുന്നില്ല. ബാറ്റിംഗ് ഫ്രണ്ടിൽ പിച്ചൊരുക്കിയതോടെ ഗ്രൗണ്ടുകളെല്ലാം ബൗളർമാരുടെ ശവപ്പറമ്പായി മാറി. ജസ്പ്രീത് ബുംറയടക്കം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബോളർ പോലും വലിയ രീതിയിൽ റൺസ് വഴങ്ങുന്നു. നമുക്ക് ചിന്നസ്വാമിയിലെ ആദ്യ മത്സരത്തിലേക്ക് വരാം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 9 വിക്കറ്റിന് 201 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 26 പന്ത് ബാക്കി നിർത്തി ബാംഗ്ലൂർ ലക്ഷ്യം മറികടന്നു. അന്ന് കളിയിലെ താരമായ ജേക്കബ് ഡഫി മാത്രമാണ് 5-ൽ താഴെ ഇക്കോണമിയിൽ പന്തെറിഞ്ഞത്. അതിൽ ഡഫിയുടേത് മികച്ചൊരു സ്പെൽ തന്നെയായിരുന്നു. ചിന്നസ്വാമിയിൽ കൃത്യമായ ഹോംവർക്കോടെ വന്നാണ് ഡഫി ആ പിച്ചിലുണ്ടായിരുന്ന ചെറിയൊരു സഹായം തൻ്റേതാക്കി മാറ്റിയത്. അഭിഷേക് ശർമ്മയെ തൻ്റെ സ്വിംഗറിലൂടെയും കൃത്യമായ ലെങ്തിലൂടെയുമാണ് ഡഫി എതിരിടുന്നത്. ട്രാവിസ് ഹെഡിനെയും വീഴ്ത്തുന്നത് ഷോർട്ട് ബോൾ എറിഞ്ഞാണ്. ജിതേഷിനെ കുടുക്കിയത് ബൗൺസറിന്റെ സഹായത്തോടെയാണ്. 3 വിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല, ഹെൻറിച്ച് ക്ലാസിനെ പോലൊരു T20 സ്പെഷ്യലിസ്റ്റിനെ വരെ പ്രതിരോധത്തിലാക്കാനും ഡഫിക്ക് കഴിഞ്ഞു. എന്നാൽ മറ്റാർക്കും ഒരു അപകടവും വിതയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അടികിട്ടുകയും ചെയ്തു. ഇരു ടീമിലെയും 7 താരങ്ങളുടെ ഇക്കോണമി 11-ന് മുകളിലായിരുന്നു. രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത 220 റൺസ് എടുത്തു. എന്നാൽ 5 പന്ത് ബാക്കി നിർത്തി മുംബൈ കൂറ്റൻ ലക്ഷ്യം മറികടന്നു. പന്തെറിഞ്ഞവരിൽ 9 താരങ്ങളുടെ ഇക്കോണമി 10-ന് മുകളിലായിരുന്നു. ഹൈവേ പിച്ചെന്നാണ് സോഷ്യൽ മീഡിയകളിൽ റൺസ് ഒഴുകുന്ന ബോളർമാർക്ക് ഒരാനുകൂല്യവും കിട്ടാത്ത ഈ പിച്ചുകളെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ആദ്യം കളിച്ച 2 ഗ്രൗണ്ടുകളും താരതമ്യേന ചെറിയ ഗ്രൗണ്ടുകളായിരുന്നു എന്നാണ്. മുംബൈയിലെ വാങ്കഡയും ബംഗളൂരുവിലെ ചിന്നസ്വാമിയും എന്നും ബോളർമാരുടെ പേടി സ്വപ്നമാണ്. രണ്ടും 2 രീതിയിലാണെന്ന് മാത്രം. ചെറിയ ബൗണ്ടറികളും ഫ്ലാറ്റ് പിച്ചുമാണ് ചിന്നസ്വാമിയിൽ ബാറ്റർക്ക് മേൽക്കൈ നേടിക്കൊടുക്കുന്നത്. വായുവിൽ പന്ത് കൂടുതൽ ചിന്നസ്വാമിയിൽ സഞ്ചരിക്കാറുമുണ്ട്. എന്നാൽ വാങ്കഡയിലേക്ക് വരുമ്പോൾ പിച്ച് ചിന്നസ്വാമിയിലേതുപോലെ അത്ര ഫ്ലാറ്റല്ല. വലിയ വ്യത്യാസമില്ലെങ്കിലും ബൗണ്ടറികൾക്ക് കുറച്ചെങ്കിലും നീളവുമുണ്ട്. ചിന്നസ്വാമിയിൽ വെറും 55 മുതൽ 65 മീറ്റർ വരെ മാത്രമാണ് ബൗണ്ടറികളുടെ ദൂരം. വാങ്കഡയിൽ ഇത് 64 മുതൽ 70 മീറ്റർ വരെ ഉണ്ടാവാറുണ്ട്. എന്നാൽ വാങ്കഡയിൽ കാറ്റ് നല്ല ആനുകൂല്യം നൽകി കൊടുക്കാറുണ്ട്. നമുക്കറിയാം, വാങ്കഡെ പ്രശസ്തമായ മറൈൻ ഡ്രൈവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈ സാഹചര്യങ്ങളിൽ 200-ന് മുകളിൽ ഒരു സ്കോർ ഉണ്ടായാൽ പോലും അത് പ്രതിരോധിക്കാൻ അത്രയും പ്രതിഭാശാലികളായ ബൗളർമാർ വേണം. അതേസമയം ചെറിയ ഗ്രൗണ്ടുകളിൽ ബൗളർമാർക്ക് ആനുകൂല്യം നൽകുന്ന തരത്തിലുള്ള പിച്ചൊരുക്കാൻ ക്യൂറേറ്റർമാരും മുതിരാറില്ല. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ വൺ സൈഡഡ് മാച്ചസ് ഒഴിവാകും. പൊതുവെ 2020-യെ ആവേശമാക്കാറുള്ളത് അവസാന പന്തുവരെ നീണ്ടു നിൽക്കാറുള്ള ട്വിസ്റ്റുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ സെക്കൻഡ് ഇന്നിംഗ്സ് പവർ പ്ലേ ആകുമ്പോൾ തന്നെ ഏറെക്കുറെ നമുക്ക് വിജയിക്കുന്ന ടീമിനെ പ്രവചിക്കാൻ കഴിയുമെന്നതാണ് വസ്തുത. 160-170 ഒക്കെ വന്ന് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുമ്പോഴാണ് മത്സരം ആസ്വാദികരമാകുന്നത്. ബാറ്റർമാർക്കും ബോളർമാർക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടണം. ഇതിപ്പോൾ 220 അടിച്ചാലും അനായാസം ജയിക്കാമെന്നൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. കളിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പിച്ചൊരുക്കാറുള്ളത്. ബോളർമാരുടെ കഴിവിനെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരം ഫ്ലാറ്റ് പിച്ചുകളിൽ അത്യാവശ്യം പേസ് വേരിയേഷനും സീം പൊസിഷനും എല്ലാം ഉള്ള ബോളർമാർ പോലും ക്ലൂലെസ്സായി മാറുന്നു. ക്യാപ്റ്റൻ്റെ റിസോഴ്സ് മാനേജ്മെൻറ്റിനും കാൽക്കുലേഷനുമൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ബൗളറെ കൊണ്ടുവരുന്നു, അടി കിട്ടുന്നു, ചേഞ്ച് ചെയ്യുന്നു, റിപ്പീറ്റ്. ഇന്ത്യയുടെ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ഈ IPL-ന് തൊട്ടു മുൻപായി നടത്തിയൊരു പ്രസ്താവനയും ഇതിനോട് ചേർത്ത് വായിക്കാം. ഇമ്പാക്ട് പ്ലെയർ നിയമത്തോട് വ്യക്തിപരമായി താല്പര്യമില്ലെന്നാണ് അക്സർ പട്ടേൽ അന്ന് പറഞ്ഞത്. താനും ഒരു ഓൾറൗണ്ടറാണ്, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഉപയോഗപ്പെടുത്താം. ടീമുകൾ ഓൾറൗണ്ടർമാരെ തേടുന്നതിന് പിന്നിലെ കാരണവും അതുതന്നെയാണ്. എന്നാൽ ഇമ്പാക്ട് പ്ലെയർ നിയമത്തിലൂടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബൗളർ എന്നിവരെ മാത്രമാണ് ടീമുകൾ തേടുന്നതെന്നും അക്സർ പറയുന്നു. എന്നാൽ അടുത്ത വർഷം വരെ ഇമ്പാക്ട് പ്ലെയർ റൂൾ നിലനിർത്തുമെന്നാണ് ക്യാപ്റ്റൻ സ്മിത്തിനിടെ IPL ഗവേണിംഗ് കൗൺസിൽ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ അവർ ആരാധകരുടെ ശ്രദ്ധ പെട്ടെന്ന് പതിയാൻ വേണ്ടി ഫ്ലാറ്റ് പിച്ചൊരുക്കി സ്ഥിരമായി 200+ സ്കോർ മത്സരങ്ങൾ വരുത്തിയിരുന്നു. അന്ന് നമ്മളിൽ പലരും നാഷണൽ ഹൈവേ പിച്ചെന്ന് കളിയാക്കി. ഇപ്പോൾ അതേ പാത തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രീമിയർ ലീഗിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 250+ സ്കോർ പോലും സേഫ് അല്ല. ഹൈലൈറ്റ്സ് കാണുന്ന ലാഘവത്തോടെ 6-ഉം 4-ഉം കൊണ്ട് മത്സരം പൂർത്തിയാക്കാം. പക്ഷേ ആവേശം വരണമെങ്കിൽ ബാറ്റർക്കും ബോളർക്കും
ഒരുപോലെ ആനുകൂല്യം കിട്ടണം. നെക്ക് ടു നെക്ക് മത്സരങ്ങൾ വരണം. ഇനിയെങ്കിലും അത്തരം മത്സരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം IPL ആദ്യ മത്സരം പൂർത്തിയായപ്പോൾ തന്നെ മറ്റൊരു ചർച്ചയും ക്രിക്കറ്റ് സർക്കിളുകളിൽ കൊഴുക്കുന്നുണ്ട്. സൺറൈസേഴ്സ് താരമായ ഹെൻറിച്ച് ക്ലാസിന്റെ ക്യാച്ച് ഫിൽ സോൾട്ട് അവിശ്വസനീയമായ വിധം കൈപ്പിടിയിൽ ഒതുക്കുന്നു. സാൾട്ട് ബൗണ്ടറി ലൈനിൽ തൊട്ടെന്നും ഇല്ലെന്നും പല വാദങ്ങൾ വരുന്നു. ഏറെ നേരത്തെ ക്യാമറ ആംഗിളുകൾക്കൊടുവിൽ തേർഡ് അമ്പയർ വിക്കറ്റ് നൽകുന്നു. എന്നാൽ ഏറെ നേരം അമ്പയറുമായി സംസാരിച്ച ശേഷമാണ് ക്ലാസൻ ഡഗൌട്ടിലേക്ക് മടങ്ങിയത്. ഇതോടെയാണ് പരമ്പരാഗതമായ ബൗണ്ടറി റോപ്പുകൾക്ക് പകരം സെൻസറുകൾ ഘടിപ്പിച്ച് LED ലേസർ സ്ട്രിപ്പ് ഉപയോഗിക്കണമെന്ന ആവശ്യം വരുന്നത്. IPL പോലെ ടോപ്പ് ടയർ ലീഗിൽ അമ്പയറിംഗിന്റെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിക്കും. ഫീൽഡർ ബൗണ്ടറി ലൈനിൽ പന്ത് തടയുമ്പോൾ റോപ്പ് നേരിയ രീതിയിൽ നീങ്ങിയാൽ പോലും അത് 4 ആണോ അല്ലയോ എന്ന് തർക്കമുണ്ടാകാറുണ്ട്. ലേസർ സ്ട്രിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ബോഡി ലൈനിൽ തട്ടിയോ എന്ന് കൃത്യമായി അറിയാനാകും. അതേസമയം ലേസർ സ്ട്രിപ്പ് ഫീൽഡർമാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും കോടികളുടെ മൂല്യമുള്ള IPL ഇതൊരിക്കലും ആഡംബരമല്ല. കളിയുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകളിലൂടെ സാധിക്കുകയും ചെയ്യും.